ചുംബന സമരത്തിന്റെ രാഷ്ട്രീയമെന്ത്? സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ ചുംബന സമരത്തിനിടെ സംഘർഷം, ലാത്തിചാർജ്. സമരാനുകൂലികളെ ശിവസേന പ്രവർത്തകർ ആക്രമിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൗൺ ടൗൺ ആക്രമണ കേസ് പ്രതികളെ ബിജെപി കൈവിടുന്നു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന സൂചന. കെ മാണിക്കെതിരായ കോഴയാരോപണം വിജിലൻസ് ഡയറക്ടർ പരിശോധിക്കും. വിജിലൻസ് കേസെടുത്തിട്ടില്ലെന്നും നടക്കുന്നത് പ്രാഥമിക അന്വേഷണമെന്നും രമേശ് ചെന്നിത്തല. നിയമപരമായ നടപടിക്രമം മാത്രമെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം പ്രഖ്യാപിച്ചത് പാർട്ടിയോട് ആലോചിച്ചെന്ന് വി എം സുധീരൻ. കേരള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് ബിജു രമേശ്. മാണിക്കെതിരായ ആരോപണം ആരന്വേഷിക്കണമെന്ന കാര്യത്തിൽ വി എസും പിണറായിയും രണ്ടു തട്ടിൽ. വി എസിന്റെ CBI അന്വേഷണ ആവശ്യം പിണറായി വിജയൻ തള്ളി. പല അന്വേഷണങ്ങളിലും പേരുദോഷം വളർത്തിയ ഏജൻസിയാണ് CBI എന്ന് പിണറായി. സമ്പാദിച്ച ഒരു ഏജൻസിയാണ് CBI. അവരെ നോക്കിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണ്. മാണി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും പിണറായി വിജയൻ. വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വിഷയം ചർച്ച ചെയ്യാൻ LDF ചേരണമെന്നും പന്ന്യൻ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം 800 കോടി രൂപ ഫണ്ട് അനുവദിച്ചത് കടുത്ത നിബന്ധനകളോടെ. വ്യവസ്ഥകൾ പദ്ധതിക്ക് എതിരാണെന്ന് ആക്ഷേപം. VGF ഫണ്ട് വഴി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ കേന്ദ്ര ഇടപെടൽ കൂടും. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച ചുംബന സമരം പോലീസ് തടഞ്ഞു. ചുംബന സമരത്തിന്റെ സംഘാടകരെ ലോ കോളേജിന്റെ സമീപത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചുംബന സമരത്തിനെതിരെ ശിവസേന അടക്കമുള്ള ഹൈന്ദവ സംഘടനക്കാർ ആക്രമണം നടത്തി. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് KK ഷാഹിന, മാധ്യമപ്രവർത്തക, അഡ്വക്കേറ്റ് ഷൈജു, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ശ്രീ ഹരീഷ് വാസുദേവൻ, സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീ മുഹമ്മദ് വേളം, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ ചേരും. ആദ്യം ഷാഹിന, എന്താണ് ഇന്ന് മറൈൻ ഡ്രൈവിലെ അവസ്ഥ സംഘർഷഭരിതമാക്കാൻ ആരാണ് ഉത്തരവാദികൾ? സമരക്കാരോ, സമരം തടയാനെത്തിയവരോ, പോലീസോ? ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന ഈ സംഘർഷത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ, അത് സ്റ്റേറ്റാണ്. അത് കൃത്യമായും സർക്കാരാണ്. ഇന്ന് ഈ സമരം വളരെ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നവരെ, അല്ലെങ്കിൽ വളരെ സമാധാനപരമായ ഒരു സമരം പ്രഖ്യാപിച്ചവരെ, അങ്ങനെ ഒരു സമരം തടയില്ല എന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും എന്നാൽ കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും വീണ്ടും സമരത്തിനെത്തിയവരെ, പ്ലക്കാർഡുകളും മറ്റും പിടിച്ച് സമരത്തിനെത്തിയവരെ അടിച്ചോടിക്കുകയും ഒക്കെ ചെയ്ത് അതേസമയം അവിടെ ഇവരെ ശാരീരികമായി തടയുമെന്ന് പ്രഖ്യാപിച്ചു വന്ന യുവമോർച്ച അടക്കമുള്ള SDPI അടക്കമുള്ള ആളുകളെ, അതുപോലെ ഇത് കാണാൻ വേണ്ടി അവിടെ വന്ന് നിന്ന ഹൂളിഗൻസ് എന്ന് വിളിക്കാവുന്ന ജനക്കൂട്ടത്തെയൊക്കെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയായിരുന്നു ഇന്ന് പോലീസ് അവിടെ. അക്ഷരാർത്ഥത്തിൽ മറൈൻ ഡ്രൈവ് ഇന്ന് മതസംഘടനകൾക്കും ഈ ചുംബന സമരത്തെ വളരെ അക്രമാസക്തമായി എതിർക്കാൻ വന്നവർക്കും പോലീസ് വിട്ടുകൊടുത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അവിടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നിരുന്ന സാഹചര്യമാണ് ഇത്. പത്രപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ, ഇപ്പം ഞാനടക്കമുള്ള പത്രപ്രവർത്തകരായിട്ടുള്ള ഏകദേശം 10ഓളം പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേരെ, അതായത് ഞങ്ങളിപ്പോൾ ചുംബിക്കുന്നത് കാണാൻ ഞങ്ങൾ സ്ത്രീകളെ കണ്ടാൽ, സ്ത്രീകൾ അവിടെ വന്നിരിക്കുന്നത് എന്തോ അനാശാസ്യത്തിനാണ് എന്ന മട്ടിൽ വളഞ്ഞു നിന്ന് വായിൽ നിന്നും വെള്ളം ഒലിപ്പിച്ച് നോക്കി നിൽക്കുകയും ഇപ്പോൾ ബലാത്സംഗം ചെയ്യും എന്ന മട്ടിൽ അത്രയും അശ്ലീലമായി അക്രമാസക്തമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനക്കൂട്ടം ഞങ്ങളെ വളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അവിടെ കുറേ സമയം. ഒടുവിൽ ഞങ്ങൾ പോലീസിനോട് ദേഷ്യപ്പെട്ടിട്ടാണ് പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായത്. ഞാനടക്കം ഇന്ത്യ വിഷനിലെയും മറ്റു പല ചാനലുകളിലെയും റിപ്പോർട്ടർമാരടക്കമുള്ള പെൺകുട്ടികൾ, ഞാനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ, ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഹരീഷിനെ പോലുള്ള പൊതുപ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അടക്കം വളഞ്ഞു വെച്ച ഈ ഗുണ്ടകളെ അഴിഞ്ഞാടാൻ വിടുകയാണ് പോലീസ് ചെയ്തത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നിയന്ത്രിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കുകയായിരുന്നു പോലീസിന്റെ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ടാണ് സമരക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ഈ സമരക്കാരെ കയ്യേറ്റം ചെയ്യും അല്ലെങ്കിൽ ശാരീരികമായി തന്നെ തടയും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച യുവമോർച്ച അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനക്കാരെ അഴിഞ്ഞാടാൻ വിടുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നതിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ഹരീഷ് വാസുദേവൻ, ഇവിടെ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് വന്ന അശ്രദ്ധയാണോ അതോ ബോധപൂർവമായ ഒരു മൗനമാണോ? പോലീസ് പൊതുവെ നമുക്കറിയാം, പോലീസ് ഒരു സദാചാര കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ളവരാണ്. അത്തരം ഉദാഹരണങ്ങൾ ധാരാളം നമുക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോലീസിന്റെ മാത്രമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ? എന്താണ് ഈ സംഗതി വഷളാക്കുന്നതിന് കാരണമായത്? എന്താണ് അവിടെ സ്റ്റേറ്റിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്?
ഒന്ന്, നേരത്തെ ഷാഹിനെ പറഞ്ഞ എല്ലാ കാര്യത്തോടും ഞാൻ 100% യോജിക്കുകയാണ്. നേരത്തെ തന്നെ ഈ സമരത്തെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുമെന്ന് പരസ്യമായും മാധ്യമങ്ങളിലൂടെയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിലും പ്രഖ്യാപിച്ച് അതിനെ കായികമായി നേരിടാനെത്തിയിട്ടുള്ള ആളുകളെ പൂർണ്ണമായി അവരെ സഹായിക്കുന്ന തരത്തിലുള്ള മൗനമാണ് പോലീസ് അവരോട് കാണിച്ചത്. ഇത് പോലീസിലെ സാധാരണക്കാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിലെ സദാചാര പോലീസിനോട് ഒട്ടും ക്വാളിറ്റേറ്റീവായി വ്യത്യസ്തതയില്ലാത്ത ആളുകളാണ് പോലീസ് സേനയിലുള്ളതെന്ന് ആ പോലീസിന്റെ വാഹനത്തിൽ ഇരിക്കുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് പോലും മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ, വീട്ടിലിരുന്നാൽ പോരെ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെ വരണോ എന്ന രീതിയിലാണ് അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതൊരു സമാധാനപരമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തുന്ന റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നടത്തുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ടു എക്സ്പ്രഷൻ നടത്താൻ വേണ്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ പുച്ഛമോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത അവസ്ഥയുള്ള സാധാരണക്കാരായ പോലീസുകാർ, അതിനപ്പുറത്ത് അതിന് നേതൃത്വം നൽകുന്ന DCP ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടുത്തെ ഈ സിറ്റിയിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് മറുപടി പറയേണ്ട ആളുകൾ, അവർ നേരത്തെ തന്നെ ഈ സമരം ആസൂത്രണം ചെയ്ത ആളുകളോട് നിങ്ങൾ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, അവിടെ നിന്ന് നിങ്ങൾ മാർച്ച് ചെയ്ത് വരുന്നതാണ് നല്ലത് എന്നൊക്കെ DCP ഉൾപ്പെടെയുള്ള ആളുകൾ ഉപദേശിച്ചായിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ 4 മണിക്ക് ഇതിന്റെ സംഘാടകരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു റാലിയായി വന്നാൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന ഉറപ്പ് പോലീസ് കൊടുത്തിരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ അവരെ സംഘടിതമായി ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും അവരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു തന്ത്രം തന്നെ അവർ നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പുറത്ത് ഇവരെ കായികമായി നേരിടുമെന്ന് പറഞ്ഞ ആളുകളെ പൂർണ്ണമായി അവരെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നു. ഇതിൽ പൊളിറ്റിക്കലായ മാനങ്ങൾ തന്നെയുണ്ട്. നാളെ RSSനോട് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം, SDPIയോട് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം, ഇവർ രണ്ടുപേരും പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോടും അതിന്റെ നിലപാടുകളോടും സർക്കാരിന്, സ്റ്റേറ്റിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഏറ്റവും എളുപ്പം വോട്ടിൽ കുറവുള്ള ഈ ഏറ്റവും ഭൂരിപക്ഷം ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ 50ഓ 100ഓ വരുന്ന സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണെന്ന് സ്റ്റേറ്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാട്ടാളക്കൂട്ടത്തെ ഇങ്ങനെ തുറന്നു വിടാൻ പ്രേരിപ്പിച്ചതും അവർക്ക് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള അവസരം ഉണ്ടാക്കിയതും. ഇവരെല്ലാം പോയതിന് ശേഷമാണ് ദ്രുതകർമ്മ സേനയും അതുപോലെ മറ്റ് സംവിധാനങ്ങളും അവിടെ ഇറങ്ങുകയും ഈ ബാക്കിയുള്ളവരെ പിരിച്ചുവിടാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് 100% ഇത് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ തന്നെ പോരായ്മയാണ്, അവരുടെ കാഴ്ചപ്പാടിന്റെ തന്നെ പ്രശ്നമാണ്. അവർക്ക് ഈ എങ്ങനെയെങ്കിലും ഈ സമരക്കാരെ ഹരീഷ് വാസുദേവൻ, ശ്രീ കെ വേണു, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത്തരം സമര രീതികൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തതിന്റെ പ്രശ്നമാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്തരം സമര രീതികളോടുള്ള താങ്കളുടെ യോജിപ്പും വിയോജിപ്പും എന്താണ്? ഈ സമരരീതി തീർച്ചയായിട്ടും പുതിയ ഒന്നാണ്. അതിൽ ഉന്നയിക്കപ്പെടുന്ന അവകാശം, മനുഷ്യാവകാശം എന്ന രീതിയിലുള്ള അവകാശം തികച്ചും ന്യായമാണെന്നും അതുകൊണ്ട് ആ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഹരീഷ് വാസുദേവൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ് പൂർണ്ണമായും. കാരണം ഇത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇതിനു മുമ്പ് അനവധി സംഭവങ്ങൾ ഈ രീതിയിലുള്ള സംഭവങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ പോലീസിന്റെ സമീപനം അധികവും ഈ സദാചാര പോലീസിന്റെ അതേ രീതി തന്നെയാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമി കോമ്പൗണ്ടിൽ ഒരു യുവാവിനെയും യുവതിയെയും വൈകിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ഇതേപോലെ തന്നെ നെറ്റിലൂടെ സംഘടിച്ച് പ്രതിഷേധിക്കാൻ ചെല്ലുകയുണ്ടായി. അപ്പൊ അവരുടനെ തന്നെ IG-യുടെ ഒരു സർക്കുലർ കമ്മീഷണർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ സർക്കുലർ താരതമ്യേന ഭേദപ്പെട്ട ഒന്നായിരുന്നു. സദാചാര പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളെ കർശനമായി തന്നെ പോലീസ് നിഷ്പക്ഷമായ രീതിയിൽ നേരിടണമെന്നും അത്തരം നിയമവിരുദ്ധ നടപടികൾ, നിയമം കയ്യിലെടുക്കുന്ന നടപടികളെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലെന്നും പോലീസിന് മുഴുവൻ തന്നെ നിർദ്ദേശം നൽകുന്ന താരതമ്യേന ഭേദപ്പെട്ട ഒരു സർക്കുലർ കൂടെ ഉണ്ട് IG-യുടെ. പക്ഷെ ഇത് ഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. കമ്മീഷണറുടെ മുന്നിൽ അന്ന് ആ ചെറുപ്പക്കാരെ ഇതിന്റെ കോപ്പി എടുത്തുകൊണ്ടെന്ന് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ ചെറുപ്പക്കാരെ വിട്ടയക്കുകയും ആ പോലീസിനെതിരായിട്ട് ചെറിയ നടപടി എടുക്കുകയൊക്കെ ചെയ്യുണ്ടായി. പക്ഷെ പൊതുവായ അവസ്ഥ ഈ ലോഡ്ജുകൾ റെയ്ഡ് ചെയ്യുക, ഒരു ചെറുപ്പക്കാരെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധമായ യാതൊരു തരത്തിലും നമ്മുടെ നിയമങ്ങൾ അനുവദിക്കാത്ത നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പണ്ടൊരു ചാനലിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ വിഷയം നേരിട്ട് ഏറ്റെടുത്തിട്ടൊരു അന്വേഷണം നടത്തുകയുണ്ടായി. അത്തരം സംഭവങ്ങളിൽ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോടെല്ലാം ഞങ്ങൾ ക്യാമറയായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നാട്ടുകാർ പറയുന്നതിന്റെ പേര് ചെയ്താണ്. നിങ്ങൾ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയും ഭർത്താവിനെയും ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്? അവർ ഭാര്യയും ഭർത്താവാണെന്ന് തെളിയിക്കാൻ കഴിയാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പോലീസിന്റെ സമീപനം വളരെ നിരുത്തരവാദപരവും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ സദാചാര ഗുണ്ടായുസത്തിന്റെ അതേ മനോഭാവം തന്നെ പോലീസ് നടത്തുന്നു.
യെസ് ഇത് ശ്രീ കെ തടയാൻ ദയവായി വേണ്ടി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇന്ന് നടത്തിയ സമരം ഈ രീതിയിൽ ഒരു ചർച്ച കേരളത്തിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ടാവും. ഈ സമരത്തിന്റെ വിജയപരാജയങ്ങളെ വിലയിരുത്തേണ്ടത് അങ്ങനെ ആയിരിക്കും താനും. അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ ലക്ഷ്യമിട്ടത്? അത് യുവമോർച്ചയുടെ ഒരു ഹോട്ടൽ അടിച്ചു തകർക്കലിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവമാണ്. അതിൽ യുവമോർച്ചയെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് അത്തരം ഒരു സദാചാരവാദത്തെ ആണോ എതിർത്തത്, അതോ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സദാചാര ഘടനയാണോ എതിർത്തത്? ഏതർത്ഥത്തിലാണ് ഈ സമരം വിജയം കാണുന്നത്? ഇത് കേവലം യുവമോർച്ചയുടെ ഒരു കോഴിക്കോടുണ്ടായ ഒരു ഇഷ്യൂവിന്റെ മാത്രം റിഫ്ലക്ഷൻ അല്ല. അത് ഈ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് പല കാരണങ്ങളുണ്ടായാൽ ഏറ്റവും ഒടുവിലത്തെ ഇമ്മീഡിയറ്റ് കോസ് ഇതാണ്, പൊളിറ്റിക്കൽ കോസ് ഇതാണെന്നൊക്കെ പറയുന്നത് പഠിക്കുന്നത് പോലെ ഒരു ഇമ്മീഡിയറ്റ് കോസ് മാത്രമാണ് കോഴിക്കോടുണ്ടായ സംഭവം. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഏറ്റവും വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന SDPIയും RSSന്റെ സംഘടനകളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഇരുമെയ്യും ഒരു കരളുമായിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവരെല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണെന്ന് പറയുന്ന സമയത്ത്, സദാചാര പോലീസ് ആവുന്ന സമയത്ത് ഇവർ ഒറ്റക്കെട്ടാണ്. അപ്പൊ ഇത് ഒരു ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും കേരളത്തിൽ കല്യാണം കഴിച്ച ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാമുകികാമുമാരുടെ കാര്യം പറയുകയേ വേണ്ട, അവരെ തല്ലാനുള്ള അവകാശം പോലും ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന കെട്ടിഘോഷിച്ച ആങ്ങളമാരുടെ കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസുകാര്, ഞാൻ ഇതിനകത്ത് ഇരിക്കുമ്പോൾ പിന്നെ ബസ്സിലിരിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് വെച്ചാൽ ഈ പെൺപിള്ളേർക്കൊന്നും വേറെ പണിയില്ലേ, വീട്ടിലിരുന്നൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ആളുകളുടെയും മനോവികാരം കാണിക്കുകയാണ്. ഈ തല്ലാൻ വന്ന ഗുണ്ടകളായിട്ടുള്ള ആണുങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ എന്നാരും ചോദിക്കുന്നില്ല. കാരണം കൃത്യമായി സ്ത്രീവിരുദ്ധമായ ഒരു ഇടമായി കേരളം മാറിയിരിക്കുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നിവൃത്തിയില്ല. അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ചുംബന സമരം പോലുള്ള സമരങ്ങൾ അത്യാവശ്യമാണ്. അതല്ലാതെ വേറെ ഹരീഷ് താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ദിവ്യ ഉണ്ട്. ദിവ്യ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, ചുംബന സമരത്തിൽ പങ്കാളിയായ അതിന്റെ സംഘാടക കൂടിയായ ദിവ്യ, ഇപ്പോഴും താങ്കൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങൾ?